ഹായ് ഓൾ, വെൽക്കം ടു KS മെന്റർ. അപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ടൊക്കെ വന്നു, എല്ലാവരും പഠിച്ചു തുടങ്ങി കാണും. KS മെന്ററിന്റെ LSGS SI കേരള ബാങ്ക് ബാച്ചുകൾ ഇപ്പോഴും റണ്ണിങ് ആണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ പ്രിലിംസ് കിട്ടിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ടതില്ല. അടുത്ത വർഷം വീണ്ടും ഒരു പ്രിലിംസ് വരാനിരിക്കുകയാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം ആകുമ്പോഴേക്ക് വരും. അപ്പോൾ അതിന്റെ ബാച്ചുകളും ഇപ്പോൾ റണ്ണിങ് ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു പ്രിലിംസ് ഒക്കെ വരാനിരിക്കുകയാണല്ലോ. അപ്പോൾ മാത്സ്, റീസണിങ് ഈ പാർട്ടൊക്കെ എങ്ങനെ നമുക്ക് പഠിക്കാം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഒരു സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങണം അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സിലബസ് നോക്കും. അതെ, നമുക്ക് സിലബസ് നോക്കാം. അപ്പോൾ ഇതാണ് സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് 20 മാർക്കിനാണ് മാത്സും റീസണിങ്ങിന്റെയും പാർട്ടിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മാത്സിന്റെ അല്ലെങ്കിൽ സിമ്പിൾ അരിത്മെറ്റിക്കിന്റെ ഭാഗത്തുനിന്ന് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, അതുപോലെ പ്രോഗ്രഷൻ അല്ലേ. ഇനി നമുക്ക് റീസണിങ്ങിന്റെ പാർട്ടിലാണെങ്കിലോ നോക്കിയേ, സീരീസ് വരുന്നുണ്ട് അല്ലേ. അതുപോലെ പ്രോബ്ലം ഓൺ മാത്തമെറ്റിക്കൽ സയൻസ്, വെരിഫൈയിങ് പൊസിഷൻ ഉണ്ട്, അനോളജി ഉണ്ട്, ഓഡ് മാൻ ഔട്ട് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, കോഡിങ് ആൻഡ് ഡീകോഡിങ്, ഫാമിലി റിലേഷൻ, ഡയറക്ഷൻ സെൻസ്, അതുപോലെ ക്ലോക്കിന്റെ ഭാഗത്തു നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ളതുണ്ട്, അതുപോലെ മിററിന്റെ അകത്ത് നിന്ന് വരുന്ന റിഫ്ലക്ഷൻസ് അത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ എന്താ വരുന്നത്? കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ലറിക്കൽ എബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊത്തത്തിൽ ഏകദേശം ഒരു 25ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുണ്ട്. അതിന് 20ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് PYQs ഒക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ പഠനത്തിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താ വേണ്ടത്? PYQs നോക്കണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നതൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൻ്റെ അകത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതുപോലെ ഇതാ 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മാത്രം നമ്പേഴ്സിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി റീസണിങ്ങിന്റെ പാർട്ടിൽ നിന്നാണെങ്കിലോ ഇതാ റീസണിങ്ങിന്റെ പാർട്ടിൽ ഈ ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് അല്ലെങ്കിൽ ഇത് അനലൈസ് ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാകുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ടൈം കുറേ ചോദ്യങ്ങൾ വന്ന ഭാഗത്ത് സ്പെൻഡ് ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം സ്കോർ ചെയ്തൂടെ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അനലൈസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഈ കാണിച്ചിരിക്കുന്നതൊക്കെയാണ് നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൻ്റെ അകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അവസാനം 2024 മാത്രം ചോദിച്ച കാര്യങ്ങൾ എടുത്തു നോക്കാം അല്ലെ. 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നിട്ടുള്ളത്. ഈ 3 ഘട്ടങ്ങളിലും കൂടിയിട്ട് ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ നോക്കിയേ, മൊത്തം 8ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് 3 ഘട്ടങ്ങളിലായി നടന്ന പരീക്ഷയിൽ. 8ഓളം ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇനി അടുത്തതാണെങ്കിലോ അടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ അകത്തുനിന്ന് എന്ത് വന്നിട്ടുണ്ട്? എല്ലാ ഘട്ടങ്ങളിലും 3 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടന്നിട്ടുള്ളത്. ഓരോ ഘട്ടങ്ങളിലും ഓരോ ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഏതാണെന്ന് നോക്കാം. നോക്കിക്കോ, ആവറേജ് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലോസ് ഓഫ് എക്സ്പോണൻസ് അല്ലേ. ഈയിടെയായിട്ട് ലോസ് ഓഫ് എക്സ്പോണൻസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാ പേപ്പറിലും കാണാം. അപ്പോൾ ലോസ് ഓഫ് എക്സ്പോണൻസ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു അനാലിസിസിന് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോവാണ്? റീസണിങ്ങിന്റെ പാർട്ടിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ റീസണിങ്ങിന്റെ അനാലിസിസ് എടുത്തു നോക്കാം. റീസണിങ് നോക്കിക്കോ, സീരീസിൽ 3 ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അനോളജി ആണെങ്കിലോ, അനോളജി 3 ഘട്ടങ്ങളിലായിട്ട് 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ 5 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ച ഭാഗങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ പറ്റിയത്
അല്ലെ? അതുപോലെ നോക്കിയാൽ ക്ലോക്ക് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കലണ്ടർ ആണെങ്കിൽ എല്ലാ വട്ടവും ഓരോ ക്വസ്റ്റ്യൻ വീതം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ പഠിക്കാതെ പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് അനാലിസിസിലൂടെ മനസ്സിലായല്ലോ ഏതൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ അനാലിസിസിൻ്റെ ഒരു കോപ്പി എന്ന് പറയുന്നത് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ അനാലിസിസ് നോക്കിക്കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? എങ്ങനെ ഇത് പഠിക്കണം, അതാണല്ലോ നമുക്ക് പ്രധാനം. എങ്ങനെ പഠിക്കണം? അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, എങ്ങനെ പഠിക്കണം എന്നുള്ളിടത്തേക്ക്. അപ്പോൾ നിങ്ങൾ സിലബസ് നേരത്തെ കണ്ടു. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങാം അല്ലേ? അപ്പോൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ആണ് ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപോലെയുള്ള ടോപ്പിക്കുകളൊക്കെ ഒരുമിച്ച് വെച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങുക. അതായത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ്റെ കൂടെ എന്തുകൂടെ പഠിക്കുക? ഫ്രാക്ഷൻസ് പഠിക്കുക. അതുപോലെ പേഴ്സൻറ്റേജ് പഠിച്ചു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുക. ഇതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കണം. എന്തൊക്കെയുണ്ട്? ഓഡ് നമ്പർ ഉണ്ട്, ഈവൺ നമ്പർ ഉണ്ട്, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇതൊക്കെ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഹോൾ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടോ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ കീവേഡ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, സ്ക്വയർ, ക്യൂബ്, ഇതൊക്കെ അത്യാവശ്യം കാണാതെ പഠിച്ചു വെക്കും. ഒരു 20-30 നമ്പേഴ്സിൻ്റെ എങ്കിലും സ്ക്വയേഴ്സ്, അല്ലെങ്കിൽ ഒരു 15-20 നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട്, ഇതൊക്കെ കാണാതെ പഠിച്ചു വെച്ചിരിക്കാം. അത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ സിലബസിലേക്ക് കടക്കാം. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സിലേക്ക് പോകുന്നു. അതായത് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമലിൽ എപ്പോഴും 1-2 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കും. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇത് പഠിക്കാതെ പോകരുത്. അതിനുശേഷം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? നേരത്തെ പറഞ്ഞു പേഴ്സൻറ്റേജിലേക്ക് പോവാണ്. പേഴ്സൻറ്റേജ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് നമ്മൾ നോക്കി. പേഴ്സൻറ്റേജ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, സിമിലർ ടോപ്പിക്കാണ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലേക്ക് പോകുന്നു. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഉണ്ട്, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ ലോസ് ഓഫ് എക്സ്പോണൻസിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, നമുക്ക് നേരത്തെ അനാലിസിസ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് ഓരോ ക്വസ്റ്റ്യൻ വീതം എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ്. അത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. കുറേ ഇക്വേഷൻസും റിലേഷൻസും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ വരുന്നത് മെൻസുറേഷനാണ്. അവിടെയും കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എളുപ്പം ഇതൊക്കെ പഠിക്കാനുള്ള വിദ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രഷൻസ് പഠിക്കണം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ അരിത്മെറ്റിക്കിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത നേരെ പോകാൻ പോകുന്നത് എവിടേക്കായിരിക്കും? റീസണിങ്ങിൻ്റെ പാർട്ടിലേക്കായിരിക്കും. റീസണിങ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി. സീരീസ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, 4ഓളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പ്രോബ്ലം ഓൺ മാത്തമെറ്റിക്കൽ സയൻസ്, അവിടുന്ന് ക്വസ്റ്റ്യൻസ് പൊതുവെ വരാറുള്ളതാണ്. പിന്നെ പൊസിഷൻ, വെരിഫൈങ് പൊസിഷൻ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഒരു ഭാഗത്തുനിന്നധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചിരിക്കുക, എളുപ്പമാണ്. ഇനി അടുത്താണെങ്കിലോ അനാളജി വരുന്നുണ്ട്, ഓഡ് മെൻ ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മാത്രം മതിയാവും. ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ കോഡിങ്, ഡീകോഡിങ്, ഫാമിലി റിലേഷൻ, ഈ ഒരു ഓർഡറിൽ നമ്മളിങ്ങനെ പഠിച്ചു പോവാണ്. അതിൽ ടൈം ആൻഡ് ആംഗിൾ ഉണ്ട്, ക്ലോക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എന്തായാലും പഠിക്കണം. അതുപോലെ കലണ്ടർ നമ്മൾ ഒഴിവാക്കാനേ പാടില്ല. അപ്പോൾ ഇത്രയായി അല്ലേ? നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PYQs ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരമാവധി എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി നിങ്ങൾ റിവിഷൻ നടത്തണം. അതിപ്പോൾ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചതെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQs കണ്ടുപിടിക്കുക, അത് ചെയ്യുക. അപ്പോൾ KS മെന്ററിലാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിന് ഇതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട്. അതായത് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മോഡൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഈ വർക്ക് ബുക്കിന്റെ മോഡൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും മാത്സ് പഠിക്കാൻ പോകുന്നുണ്ടാകുക. ഇതുപോലെ വ്യക്തമായ സ്ട്രാറ്റജികളുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ വളരെ മികച്ച റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തുടക്കത്തിലെ LSGS, SI, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചുകൾ ഇപ്പോഴും റണ്ണിങ് ആണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ
എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ മാത്സുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലെത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.